welcome to once. നമ്മൾ KTU 2019 സ്കീമിലെ S4 സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന്റെ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് യൂണിവേഴ്സിറ്റി എക്സാമിന്റെ സൊല്യൂഷൻ പ്രോഗ്രാം ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഈ സെഷനിൽ നമ്മൾ മൊഡ്യൂൾ 3 എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ സൊല്യൂഷൻ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. നമുക്കറിയാം എക്സാം കോഡ് നമ്പർ CET204 ആണ്. ഓക്കെ അല്ലേ, 2019 സ്കീമിൽ നടന്നിട്ടുള്ള KTU എക്സാമിന്റെ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ ഡിപ്പാർട്ട്മെന്റിലെ ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗിന്റെ എക്സാമിന്റെ സൊല്യൂഷൻ പ്രോഗ്രാമാണ്. മൊഡ്യൂൾ 1 ആൻഡ് മൊഡ്യൂൾ 2 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ എഴുതിയാലാണ് മാക്സിമം മാർക്ക് കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയുന്നുണ്ട്. ക്ലിയർ അല്ലേ? ദിസ് ഇസ് ഫോർ മൊഡ്യൂൾ 3 ആണ്. നമുക്കറിയാം പാർട്ട് എയിൽ 3 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻസ് ആണ് അല്ലേ. നോക്കിയേ, ആൻഡ് പാർട്ട് ബിയിൽ 14 മാർക്കിന്റെ essay ആണ്. നമുക്ക് ഓപ്ഷൻ അവൈലബിൾ ആണ്. അതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി, നമുക്ക് രണ്ടും ഡിസ്കസ് ചെയ്യാം. പാർട്ട് എയിലെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ ഫ്രം മൊഡ്യൂൾ 3, explain the concept of critical hydraulic gradient using the phenomena of yes quicksand condition. In which type of soil the quicksand condition can be observed? So question വായിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ critical hydraulic gradient എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. critical hydraulic gradient എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, IC. സോ നമ്മൾ ആദ്യം അത് ഡിഫൈൻ ചെയ്യണം. പിന്നെ quicksand condition എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, നമ്മൾ അത് ഡിഫൈൻ ചെയ്യണം. പിന്നെ ഏത് ടൈപ്പ് സോയിലാണ് ചോദിച്ചിരിക്കുന്നത്, നമ്മൾ അതും ഡിഫൈൻ ചെയ്യണം. ഓക്കെ അല്ലേ? സോ ഓരോന്നോരോന്ന് ഈ 3 ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ക്വസ്റ്റിന്റെ 3 മാർക്ക് കിട്ടും. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സോ നമുക്ക് ഓരോന്ന് ഡിഫൈൻ ചെയ്യാം. ഫസ്റ്റ് വൺ എന്താണ്? ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ്. ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? ക്രിട്ടിക്കൽ ഗ്രേഡിയന്റ് ഇതിന്റെ നൊട്ടേഷൻ I_C ആണ് അല്ലേ. എന്താണോ സാധനം? ഇറ്റ് ഈസ് ദ ഗ്രേഡിയന്റ്, ഇറ്റ് ഈസ് ദാറ്റ് ഗ്രേഡിയന്റ്, ഇറ്റ് ഈസ് ദാറ്റ് ഗ്രേഡിയന്റ് അറ്റ് വിച്ച് it is that gradient at which the submerged weight of the submerged weight of soil particle is equal to എന്താണ്? yes, upward seepage pressure in the soil. Upward seepage pressure in the soil അല്ലേ. യെസ്, അതായത് submerged weight of the particle is equal എന്താവുകയാണ്? submerged weight of the particle is become equal to the upward seepage pressure ആണ്. നമുക്കറിയാം the critical hydraulic gradient IC is equal to എന്താണ് ഇക്വേഷൻ? യെസ്, G-1 divided by 1 plus E എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്, ബോക്സ് ചെയ്യുക. അതേപോലെ നമുക്ക് 1 plus Eക്ക് പകരം എന്ത് എഴുതാൻ പറ്റും? G-1 into 1 minus n എന്ന് എഴുതാൻ പറ്റും. ഓക്കെ അല്ലേ? സോ ഈ രണ്ട് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ തന്നെ, ഡെഫിനേഷൻ എഴുതി കഴിഞ്ഞാൽ നമുക്ക് 1 മാർക്ക് കിട്ടി. അടുത്ത നമ്മൾ ഡിഫൈൻ ചെയ്യേണ്ടത് എന്താണ്? ക്വിക്സാൻഡ് കണ്ടീഷൻ എന്നാണ്. ഓക്കെ, സോ വാട്ട് ഈസ് ക്വിക്സാൻഡ് കണ്ടീഷൻ? അതിന് മറ്റു പേരുകൾ എഴുതാം നിങ്ങൾക്ക്. ക്വിക്സാൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിനെന്ത് പറയും? ബോയിലിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ നമുക്കതിനെ പൈപ്പിംഗ് കണ്ടീഷൻ എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. നമ്മൾ പല രീതിയിലും ഇതിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. പൈപ്പിംഗ് കണ്ടീഷൻ എന്താണ് സംഭവം? ദാറ്റ് ഈസ് അണ്ടർ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് അല്ലെങ്കിൽ അണ്ടർ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് അല്ലെ. അണ്ടർ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് നമുക്കറിയാം എന്താണ് ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് എന്നാൽ ദ എഫക്റ്റീവ് സ്ട്രെസ് ഓഫ് ദ സോയിൽ ബിക്കം സീറോ. എഫക്റ്റീവ് സ്ട്രെസ് എന്ന് പറഞ്ഞാൽ നൊട്ടേഷൻ എന്താണോ? സിഗ്മ ഡാഷ് ബിക്കംസ് ഓഫ് സോയിൽ ബിക്കം സീറോ, ഓഫ് സോയിൽ ബിക്കം സീറോ, becomes 0 and for soil which is fully submerged with upward flow, and for soil which is fully submerged and having an upward flow will lose its shear strength and starts flowing out with and the soil particle and thus the soil particle will flow along with the flowing fluid അല്ലേ. ആൻഡ് ഇതാണ് രണ്ടാമത്തെ കണ്ടീഷൻ നമ്മൾ എഴുതുന്നത്. ദാറ്റ് ഈസ് സിഗ്മ ഡാഷിന്റെ ഇക്വേഷൻ എന്താണ്? സോയിലെ അല്ലേ. ഫോർ എ എന്താണ് നമ്മൾ അങ്ങനെ എഴുതണം? ഫോർ എ സബ്മേർജ്ഡ് സോയിൽ
ദാറ്റ് ഈസ് ഇങ്ങനെ എഴുതുക ഫോർ എ സബ്മേർജ്ഡ് സോയിൽ അല്ലേ സോയിൽ എന്തായിരിക്കണം സബ്മേർജ്ഡ് ആയിരിക്കണം എന്തായിരിക്കണം ഫ്ലോ എങ്ങനെയായിരിക്കണം സോയിൽ ഹാവിങ് അപ്വേർഡ് ഫ്ലോ ആയിരിക്കണം ഡൗൺവേർഡ് അല്ല അല്ലേ ഹാവിങ് അപ്വേർഡ് ഫ്ലോ ആൻഡ് ഏത് ടൈപ്പ് സോയിൽ ആയിരിക്കണം സാൻഡി സോയിൽ ആയിരിക്കണം അല്ലേ സാൻഡി സോയിൽ ആയിരിക്കണം നമുക്ക് വേണമെങ്കിൽ ഫൈൻ സാൻഡ് എന്ന് ബ്രാക്കറ്റിൽ എഴുതാം ഫൈൻ സാൻഡ് സോയിൽ സോ കണ്ടീഷൻസ് ആണ് സബ്മേർജ്ഡ് ആയിരിക്കണം സോയിൽ ആ സോയിൽ അപ്വേർഡ് ഫ്ലോ ഉണ്ടായിരിക്കണം സോയിൽ സാൻഡി ആയിരിക്കണം ഈ സമയത്ത് അഥവാ സിഗ്മ ഡാഷ് ഈസ് ഈക്വൽ ടു വിച്ച് ഈസ് ഈക്വൽ ടു 0 ആയി കഴിഞ്ഞാൽ അല്ലെ നമുക്കറിയാം ഷിയർ സ്ട്രെങ്ത് ടോ ഈസ് ഈക്വൽ എന്താണോ സിഗ്മ അല്ലെ സിഗ്മ n tan phi സിഗ്മ ഡാഷ് tan phi പ്ലസ് സി ആണ് സിൻസ് സോയിൽ ഈസ് സാൻഡി സി ഈസ് ഓൾറെഡി 0 ആണ് അതായത് ഉണ്ടാവുന്ന ഷിയർ സ്ട്രെങ്ത് ഈസ് ഓൺലി ഡ്യൂ ടു ഏതാണ് എഫക്റ്റീവ് സ്ട്രെസ് ആണ് അല്ലേ ആൻഡ് അഥവാ ആ എഫക്റ്റീവ് സ്ട്രെസ് 0 ആയി പോയി കഴിഞ്ഞാലോ ഈ എഫക്റ്റീവ് സ്ട്രെസ് 0 ആയി കഴിഞ്ഞാൽ ടോ ബിക്കം 0 അല്ലേ ദാറ്റ് ഈസ് സിഗ്മ ഡാഷ് ഈസ് ഈക്വൽ ടു 0 മീൻസ് ഷിയർ സ്ട്രെങ്ത് 0 ആയി മാറും എടാ സോയിൽ പാർട്ടിക്കിൾ തമ്മിൽ പിടുത്തമില്ല ഷിയർ സ്ട്രെങ്ത് ഇല്ല അപ്പോൾ അതിലൂടെ വരുന്ന ഫ്ലോന്റെ കൂടെ വാട്ടറിന്റെ കൂടെ സോയിലും എന്ത് ചെയ്യും ഈ വാട്ടറിന്റെ കൂടെ പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും ദാറ്റ് ഈസ് നോൺഡ് ആസ് ക്വിക്സാൻഡ് കണ്ടീഷൻ അല്ലെ സിഗ്മ ഡാഷിന്റെ ഇക്വേഷൻ എന്താണ് സിഗ്മ ഡാഷ് ഈസ് ഈക്വൽ ടു വേർ സിഗ്മ ഡാഷ് ഇക്വേഷൻ എന്താണ് യെസ് ഇസഡ് ഗാമ ഡാഷ് മൈനസ് യെസ് ഗാമ ഡബ്ല്യു ഇൻറ്റു എച്ച് ആണ് അല്ലേ ഇത് ഈക്വൽ ടു 0 ആവുകയാണ് ഇവിടെ നിന്നാണ് നമുക്ക് ഐ സിയുടെ ഇക്വേഷൻ കിട്ടുന്നത് ക്ലിയർ അല്ലേ ആൻഡ് ഇറ്റ് ഒക്കേഴ്സ് ഇൻ വിച്ച് ടൈപ്പ് ഓഫ് സോയിൽ യെസ് എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു ഇറ്റ് ഇസ് ഒക്കേഴ്സ് ഇൻ സാൻഡി സോയിൽ സോ ഒക്കേഴ്സ് ഇൻ സാൻഡി സോയിൽ എക്സാമ്പിൾ നമ്മൾ എഴുതുമ്പോൾ ആ എക്സാമ്പിൾ ഹൈലൈറ്റ് ചെയ്യണം ബിക്കോസ് അവർ ക്വസ്റ്റ്യൻ എടുത്ത് പറയുന്നുണ്ട് സോ എക്സാമ്പിൾ എഴുതിയാൽ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടും ഓക്കെ അതേപോലെ നമ്മൾ ക്വിക്സാൻഡ് കണ്ടീഷൻ ഡിഫൈൻ ചെയ്താൽ നമുക്ക് 1 മാർക്ക് കൂടി കിട്ടും അപ്പോൾ 2 മാർക്കായി ദെൻ യു ഓൾറെഡി ഡിഫൈൻഡ് ഐ സി അതിൻ്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ എഴുതി സോ അഡീഷണൽ 1 മാർക്ക് കിട്ടി നിങ്ങൾക്ക് സോ മൊത്തം 3 മാർക്കാണ് ഓക്കെ അല്ലേ സോ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് എയറിന്റെ ഡെഫിനിഷൻ അതിൻ്റെ ഇക്വേഷൻ ക്വിക്സാൻഡ് കണ്ടീഷൻ ഒക്കർ ചെയ്യുന്ന എപ്പോഴാണ് ദാറ്റ് ഈസ് അണ്ടർ സബ്മേർജ്ഡ് സോയിൽ ഫോർ സബ്മേർജ്ഡ് സോയിൽ അണ്ടർ അപ്വേർഡ് ഫ്ലോ സിഗ്മ ഡാഷ് വിൽ ബി ഈക്വൽ ടു 0 ഓക്കെ അല്ലേ ഇൻ കേസ് ഓഫ് സാൻഡി സോയിൽ ഫൈൻ സാൻഡ് സോയിൽ ക്ലിയർ അല്ലേ യെസ് നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് വാട്ട് ഈസ് ന്യൂ മാർക്സ് ചാർട്ട് എന്നാണ് വാട്ട് ഈസ് ന്യൂ മാർക്സ് ചാർട്ട് എന്നാണ് നമുക്ക് പറയാനുള്ളത് വാട്ട് ഈസ് ന്യൂ മാർക്സ് ചാർട്ട് ഓക്കെ അല്ലേ നമുക്കറിയാം എന്താണ് ന്യൂ മാർക്ക് ചാർട്ട് വൈ വി ആർ യൂസിങ് ന്യൂ മാർക്ക് ചാർട്ട് ഇറ്റ് ഈസ് യൂസ് ടു ഫൈൻഡ് ഔട്ട് എന്താ ക്വസ്റ്റ്യൻ വായിച്ചേ വാട്ട് ഈസ് ന്യൂ മാർക്ക് ചാർട്ട് ഹൗ ഈസ് ദ വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് എനി പോയിന്റ് ഇൻ ദ സോയിൽ മാസ് ഈസ് ഡിറ്റർമൈൻഡ് എന്താണ് ന്യൂ മാർക്ക് ചാർട്ട് അല്ലേ ഒന്ന് എഴുതുക ഇറ്റ് ഈസ് യൂസ് ടു ഡിറ്റർമൈൻ ഇങ്ങനെ എഴുതണം യൂസ് ടു ഡിറ്റർമൈൻ ഒന്നാമത്തെ പോയിന്റ് ദ സ്ട്രെസ് വാല്യൂ at any depth due to any shape of loading അത് ഹൈലൈറ്റ് ചെയ്യണം any shape of loading ഏത് ഷേപ്പ് ലോഡിംഗ് ആയാലും നമുക്ക് സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറ്റും at any depth എന്താണ് ന്യൂ മാർക്ക് ചാർട്ട് ഈസ് ന്യൂ മാർക്ക് ചാർട്ട് consist of a number of concentric circles yes with radial lines ആണല്ലേ with radial lines ആണ് അല്ലേ എത്ര നമ്പർ ഓഫ് കോൺസെൻട്രിക് സർക്കിൾ ആണോ യൂഷ്വലി m നമ്പർ ഓഫ് കോൺസെൻട്രിക് സർക്കിൾസ് ആൻഡ് 20 അല്ലേ yes m എന്താണ് നമ്പർ ഓഫ് കോൺസെൻട്രിക് സർക്കിൾ ആണ് യൂഷ്വലി എത്രയാണ് ഉണ്ടാവാറുള്ളത് കോൺസെൻട്രിക് സർക്കിൾ അതും കൂടി എഴുതി വെക്കുക ഈസ് ഈക്വൽ ടു 10 ആണ് ദെൻ n എന്താ ഉള്ളത് നമ്പർ ഓഫ് റേഡിയൽ ലൈൻസ് ആണ് യൂഷ്വലി എത്രയാണ് റേഡിയൽ ലൈൻസ് 20 ആണ് സോ ആ ഫിഗർ ഒന്ന് കാണിച്ചു കൊടുക്കുക അല്ലേ എന്നിട്ട് നമുക്കൊരു ന്യൂ മാർക്ക് ചാർട്ട് വരച്ച് കാണിച്ചു കൊടുക്കുക സോ എന്താണ് യെസ് ദർ വിൽ ബി എ സ്മോൾ സർക്കിൾ അതിന് ചുറ്റും മറ്റു അതേ കോൺസെൻട്രിക് ആയിട്ട് അല്ലേ സെൻറ്റർ ദെൻ വീണ്ടും കോൺസെൻട്രിക് സർക്കിൾ യെസ് റഫായിട്ട് വരയ്ക്കുക അല്ലേ ഫുൾ 10 കോൺസെൻട്രിക് സർക്കിൾ നമുക്ക് പേപ്പറിൽ വരയ്ക്കാൻ പറ്റില്ല സോ 3 വരയ്ക്കുക ഓക്കെ യെസ് അതാണ് സെൻറ്റർ ദെൻ റേഡിയൽ ലൈൻസ് ഉണ്ടാവും അല്ലേ നമ്പർ ഓഫ് റേഡിയൽ ലൈൻസ് വിൽ ബി ദർ ഇതാണ് എന്ത് ന്യൂ മാർക്ക് ചാർട്ട് എന്ന് പറയുന്നത് അല്ലേ യെസ് ക്ലിയർ അല്ലേ ഇതാണെന്ത് ന്യൂ മാർക്ക് ചാർട്ട് എന്ന് പറയുന്നത് ആൻഡ് ഈ ന്യൂ മാർക്ക് ചാർട്ട് അതായത് നമ്പർ ഓഫ് കോൺസെൻട്രിക് സർക്കിൾസും ഈ റേഡിയൽ ലൈൻസും എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് ഏരിയ യൂണിറ്റ്സ് എന്നാണ് പറയുക അല്ലേ ഇതിനെന്താ പറയുക ഏരിയ യൂണിറ്റ്സ് ഇത് ഏരിയ യൂണിറ്റ് ആണ് ഇതും എന്താണ് മറ്റൊരു ഏരിയ യൂണിറ്റ് ആണ് അതേപോലെ ഇങ്ങേ അറ്റത്തുള്ളതൊക്കെ എന്താണ് എല്ലാം എന്താണ് ഏരിയ യൂണിറ്റ്സ് ആണ് പോയിന്റ് എന്താണ് ഇൻഫ്ലുവൻസ് ഓഫ് എവറി ഏരിയ യൂണിറ്റ് ഈസ് സെയിം അറ്റ് ദ സെന്റർ പോയിന്റ് ഓയിലെ ഇൻഫ്ലുവൻസ് നോക്കുകയാണെങ്കിൽ ദ ഇൻഫ്ലുവൻസ് ഓഫ് ഓൾ ദ ഏരിയ യൂണിറ്റ്സ് സോ അങ്ങനെ നോട്ടാക്കി എഴുതുക ഫിഗർ വരച്ചതിന് ശേഷം ഇൻഫ്ലുവൻസ് ഓഫ് all area units are same at the center point
സെൻറ്റർ ഓഫ് ന്യൂ മാർക്ക് ചാർട്ട് അല്ലേ, അറ്റ് ദ സെൻറ്റർ ഓഫ് ന്യൂ മാർക്കിന് എൻ എന്ന് എഴുതുകയാണ്, ന്യൂ മാർക്ക് ചാർട്ട്സ്. ക്ലിയർ അല്ലേ? യെസ്, ഇത്രയും പോയിന്റുകൾ എഴുതണം. എന്താണ് ന്യൂ മാർക്ക് ചാർട്ട് എന്നുള്ളത്? നമുക്ക് ഏത് ഷേപ്പ് ഓഫ് ലോഡിങ്ങും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കതിനെ ബേസ് കാണാൻ പറ്റും. ഇനി എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നമ്മൾ? യെസ്, we can find out the stress at any point. Yes, stress at any point sigma is equal to influence factor into load into capital N ആണ്. ലോഡ് അല്ല, സ്ട്രെസ് at any depth is equal to IF into Q into capital N ആണ്. വേറെ IF എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻഫ്ലുവൻസ് ഫാക്ടർ ആണ്. ഇൻഫ്ലുവൻസ് ഫാക്ടർ ഈക്വൽ എന്താണ്? 1/m into n ആണ്. ആൻഡ് ബൈ ഡിഫോൾട്ട് എമ്മിന്റെ വാല്യൂ യെസ് 10 ആണ്. ദാറ്റ് ഈസ് നമ്പർ ഓഫ് കോൺസ്റ്റന്റ് സർക്കിൾ. n 20 ആണ്. സോ എത്ര വരും? 1/200 ദാറ്റ് ഈസ് ഈക്വൽ ടു 0.005 എന്ന് വരും അല്ലേ? 0.005 ആണ് എന്ത്? ഇൻഫ്ലുവൻസ് ഫാക്ടർ. ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും മെൻഷൻ ചെയ്തില്ലെങ്കിൽ Q എന്താണോ? Q ഈസ് ദ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ആണ് അല്ലേ? ലോഡ് എനി ഷേപ്പ് ലോഡ് ഓഫ് എനി ഷേപ്പ് ആണ് അല്ലേ? യെസ്. ആൻഡ് ക്യാപിറ്റൽ N എന്താണോ? number of area unit occupied by the loaded area ആണ് അല്ലേ? ക്യാപിറ്റൽ N എന്താണ്? number of area unit occupied by the loaded area. Capital N is the number of area units occupied by yes loaded area. ഇത്രയും പോയിന്റ് എഴുതി കഴിഞ്ഞാൽ തന്നെ നമുക്ക് 3 മാർക്ക് ഇനഫ് ആണ്. ഓക്കെ അല്ലേ? സോ എന്ത് എഴുതണം? ഇങ്ങനെയാണ്, ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എനി ഷേപ്പ് ലോഡിംഗ് വെച്ച് നമുക്ക് ചെയ്യാം. ഇതാണ് ന്യൂ മാർക്ക് ചാർട്ട് എന്ന് പറയുന്നത്. നമ്പർ ഓഫ് കോൺസ്റ്റന്റ് 10 and 20 ആണ്. നമുക്ക് യൂസ് ഫോർ എനി ഷേപ്പ് ഓഫ് ലോഡിംഗ് ടു ഫൈൻഡ് ഔട്ട് ദ സ്ട്രെസ് അറ്റ് എനി ഡെപ്ത്. ക്ലിയർ അല്ലേ? ഇത്രയും പോയിന്റ് എഴുതിയാൽ തന്നെ നമുക്ക് 3 മാർക്ക് അവൈലബിൾ ആണ്. ക്ലിയർ ആണോ? യെസ്, ക്ലിയർ അല്ലേ? സോ ഇതാണ് പാർട്ട് എയിലെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് പാർട്ട് ബിയിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. പാർട്ട് ബിയിൽ 14 മാർക്കിന്റെ എസ്സേ ആണ് ഉണ്ടാവാറുള്ളത്. 2 ചോയ്സ് ഉണ്ടാവാറുണ്ട്. ഏതെങ്കിലും ഒന്ന് നമ്മൾ എക്സാം ചെയ്താൽ മതി. നമുക്ക് രണ്ടും ഡിസ്കസ് ചെയ്യാം. ഫ്രം ദ മൊഡ്യൂൾ 3 നോക്കിയേ, 5 മാർക്കിന്റെയും 9 മാർക്കിന്റെയും ക്വസ്റ്റ്യൻ ആണ് ഒന്ന്. ക്വസ്റ്റ്യൻ നമ്പർ 15 എ ആൻഡ് ബി പാർട്ട്. എ പാർട്ട് എന്താ പറയുന്നത്? 5 മാർക്കിനാണ്, അതിനനുസരിച്ച് ചെയ്താൽ മതി. കമ്പ്യൂട്ട് ദ ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയൻസ് ആണ് ഫോർ ദ ഫോളോയിങ് മെറ്റീരിയൽസ്. ഫോർ എ കോഴ്സ് ഗ്രാവൽ K 100 mm/s, G is equal to 2.67, E is equal to 0.65. And for also sandy silt ആണ്, K is equal to 10 minus mm/s. Yes, and എന്താണ്? G is equal to 2.67 സെയിം ആണ്. Then 0.8. സോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ് പാർട്ട് എ. നിങ്ങൾ ആദ്യം ക്രിട്ടിക്കൽ ഹൈഡ്രോളിക് ഗ്രേഡിയന്റ് ആണ്, അതിന്റെ ഇക്വേഷൻ ആദ്യം എഴുതണം. G plus 1 divided by 1 minus E ആണ് അല്ലെ? സോറി, G minus 1 divided by 1 plus E ആണ് അല്ലേ? G minus 1 നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. G minus 1 divided by 1 plus E ആണ് അല്ലേ? പാർട്ട് എയിൽ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചിട്ടാണ്. ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട് അല്ലെ? G minus 1 divided by 1 plus E നമ്മൾ ഓൾറെഡി എഴുതിയാണ് അല്ലേ? സോ ഇത് എഴുതി കഴിഞ്ഞാൽ തന്നെ 1 മാർക്ക് കിട്ടും. 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 1 മാർക്ക് നിങ്ങൾക്ക് ഈ ഫോർമുല എഴുതുമ്പോൾ കിട്ടും. ക്ലിയർ അല്ലേ? 1 മാർക്ക് കിട്ടി. ബാക്കി 2 മാർക്ക് എങ്ങനെയാണോ? കാൽക്കുലേഷന് വേണ്ടിയാണ്. സോ ആദ്യം ഏതാണ്? ഫോർ കോഴ്സ് ഗ്രൈൻഡ് സോയിലിന് തന്നിട്ടുള്ള എന്താണോ? G തന്നിട്ടുണ്ട് എത്രയാണ്? 2.65 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് പോറോസിറ്റി ഈസ് ഗിവൺ, സോറി വോയിഡ് റേഷ്യോ ഈസ് ഗിവൺ ആസ് എത്രയാണ്? 0.65 ആണ്. 0.65 ആണ്. സോ IC വിൽ ബി ഈസ് ഈക്വൽ ടു G minus 1 divided by 1 plus E ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 2.65 minus 1 divided by 1 plus 0.65. ഇത് വളരെ ഫേമസ് ആണ്, നമ്മൾ നോട്ടാക്കി പഠിക്കുന്നതാണ് അല്ലേ? 2.67 ആണോ? ഐ ഗസ് യെസ്, 2.67 ആണ് G തന്നിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, 2.67 ആണ്. സോ അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2.67 ആണ്. വെയിറ്റ്, സോ ദിസ് വിൽ ബി ഈക്വൽ ടു 1.01 എന്ന് വരും. ഓക്കെ അല്ലേ? 1.01. ഇത്രയും പോർഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 മാർക്കും കൂടി കിട്ടും. 2 മാർക്ക്. സോ 3 മാർക്കായി. ഇനി അടുത്ത ചോദിക്കുന്നത് ഫോർ സാൻഡി സിൽട്ട് അല്ലേ? ഫോർ സാൻഡി സിൽട്ട് ഓക്കെ അല്ലേ? യെസ്, G ഈസ് ഈക്വൽ എത്രയാണ്? 2.67 ആണ്. 2.67 ആൻഡ് ഈ വാല്യൂ തന്നിരിക്കുന്നത് എത്രയാണ്? 0.8 ആണ് അല്ലേ? 0.8 ആണ്. സോ IC വിൽ ബി ഈസ് ഈക്വൽ ടു യെസ് G minus 1 divided by 1 plus E ആണ്. ദാറ്റ് ഈസ് 2.67 minus 1 divided by 1 plus 0.8 ആണ്. 0.8 that will be is equal to 0.93 ആണ്. ഇത്രയും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും ഒരു 2 മാർക്ക് കൂടി കിട്ടും അല്ലേ? ഇതിൽ കൂടുതലൊന്നും തന്നെ. സോ 2 മാർക്ക് 1 മാർക്ക് 5 മാർക്കായി പാർട്ട് എയുടെ 15ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് പാർട്ട്. ദാറ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ ബി.
An 8 meter thick layer of stiff saturated clay, gamma എത്രയാണ് ക്ലേയുടെ ബൾക്ക് ഡെൻസിറ്റി 19 kilonewton per meter cube ആണ്, is underlined by a layer of sand. The sand is under artesian pressure of 5 meter. അല്ലെ artesian pressure എന്താ നമുക്കറിയാം. Calculate the maximum depth of cut that can be made without the heave on, അല്ലെങ്കിൽ without having quicksand condition, heave or without being quicksand condition. അല്ലെ under artesian conditionൽ നമുക്ക് എന്തുണ്ടാകാൻ ചാൻസ് ഉണ്ട്, quicksand condition ഡെവലപ്പ് ചെയ്യപ്പെടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ അല്ലേ? സോ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ 9 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണിത്. സോ ആദ്യം ഇതിൻ്റെ ഫിഗർ വരയ്ക്കണം. ഫിഗറിന് 2 മാർക്ക് ഉണ്ട്. ഓക്കെ, സോ ഫസ്റ്റ് വി ഹാവ് ടു പ്ലോട്ട് ദ ഫിഗർ. നമുക്ക് വരയ്ക്കാം. ഓക്കെ, സോ ലെറ്റ്സ് പ്ലോട്ട് ദ ഫിഗർ. സോ 15 നമ്പർ ക്വസ്റ്റ്യൻ നമ്പർ 15 ആണ്. അതിൻ്റെ പാർട്ട് ബി ആണ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? നോക്കിയേ, ഓൾറെഡി എക്സിസ്റ്റിംഗ് ഗ്രൗണ്ട് ലെവലാണ്. ഇതാണ് നമ്മളെ സാച്ചുറേറ്റഡ് ക്ലേ ലെയർ എന്ന് പറയുന്നത്. എത്ര ഡെപ്തിലുണ്ടോ? 8 മീറ്റർ ഡെപ്തിൽ ഈ സാധനം പ്രസന്റ് ആണ്. ഓക്കെ, ആൻഡ് ഇതിന് താഴെ എന്താണ്, സാൻഡ് ലെയർ ആണ് അല്ലേ, വിച്ച് ഈസ് അണ്ടർ ആർട്ടീഷ്യൻ കണ്ടീഷൻ ആണ്. എന്താണ് ആർട്ടീഷ്യൻ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, ദാറ്റ് ഈസ് ഇതിന് ഒരു എക്സ്ട്രാ പ്രഷർ ഉണ്ട് അതർ ദാൻ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. അതായത് ആർട്ടീഷ്യൻ പ്രഷർ ഓഫ് 5 മീറ്റർ എന്ന് പറഞ്ഞാൽ ഇഫ് യുവർ ലെറ്റ്സ് സേ ഈ ലെവൽ AA ആണ്, ഈ ലെവൽ AA എന്നാണ്. ആൻഡ് ഇതിൻ്റെ മുകളിൽ നിങ്ങളൊരു പീസോമീറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, ഇഫ് യു ആർ കണക്ടിങ് എ പീസോമീറ്റർ യു വിൽ സീ ദാറ്റ് ദർ ഇസ് എൻ ഹൈറ്റ് ഓഫ് വാട്ടർ അവൈലബിൾ അപ് ടു എൻ, അല്ല ഇത്രയും 5 മീറ്റർ ഹൈറ്റ് വാട്ടർ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രഷർ ഈ ഒരു സാൻഡ് ലെയറിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അതായത് ഈ പ്രഷർ കാരണം ഇവിടുന്ന് വാട്ടർ ഇങ്ങനെ മുകളിലേക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, ഈ ഒരു ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാരണം, അഡീഷണൽ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ കാരണം ഇവിടുന്ന് വാട്ടർ മുകളിലേക്ക് എന്ത് ചെയ്യാൻ ചാൻസ് ഉണ്ട്, യെസ് മുകളിലേക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാൻ അല്ലെങ്കിൽ തെറിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു അവസ്ഥയിലാണ് ആ സാൻഡ് ഉള്ളത്. അതാണ് ആർട്ടിഷ്യൻ കണ്ടീഷൻ. മീൻസ് ഇറ്റ് ഈസ് അണ്ടർ പ്രഷർ മോർ ദാൻ ഹൈഡ്രോസ്റ്റാറ്റിക് പ്രഷർ. ക്ലിയർ അല്ലേ? യെസ്. ഇങ്ങനെയുള്ള സോയിൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു കട്ട് ഉണ്ടാക്കണം. ഓക്കെ അല്ലേ? സോ നമ്മളിവിടെ ഒരു കുഴി ഒഴിക്കുകയാണ്. ഈ സോയിൽ നോക്കിയേ, നമുക്കൊന്ന് കുഴി കുഴിക്കാം. ഇങ്ങനെ ഒരു കുഴി നമ്മൾ കുഴിച്ചു സോയിൽ അല്ലെ, ഇങ്ങനെ നമ്മളൊരു കട്ട് ഉണ്ടാക്കി. ലെറ്റ്സ് സേ ഡെപ്ത് ഓഫ് ദ കട്ട് ഈസ് ക്യാപിറ്റൽ H ആണ്. ബാക്കി എത്രയാണ് ഉണ്ടാവുക, 8 - H അല്ലേ ഉണ്ടാവുക. ആൻഡ് ഈ ഒരു സോയിലിൻ്റെ ക്ലേയുടെ ഗാമ എത്രയാണ്, 19 kilonewton per meter cube ആണ്. ഇതാണ് ഫിഗർ. ഈ ഫിഗർ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ, ഇത്രയും ഫിഗർ നിങ്ങൾ വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ? ഈ ഫിഗർ വരച്ചാലാണ് നിങ്ങൾക്ക് 2 മാർക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? നൗ എന്തായിരിക്കണോ, ക്വിക്സാൻഡ് കണ്ടീഷൻ ഒക്കറിങ് അല്ലെങ്കിൽ യെസ് സാൻഡ് ഹീവ് ചെയ്യണം. ഫോർ സാൻഡ് ടു ഹീവ് അല്ലെങ്കിൽ ഹീവിങ് ഒക്കർ ചെയ്യണമെങ്കിൽ യെസ് സിഗ്മ ഡാഷ് അറ്റ് ലെവൽ AA ഷുഡ് ബി ഈസ് ഈക്വൽ ടു 0. യെസ് അല്ലെ, എഫക്റ്റീവ് സ്ട്രെസ് 0 ആയ പോലെ എഫക്റ്റീവ് സ്ട്രെസ് 0 ആയി കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടുന്ന് വാട്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മുകളിലേക്ക് തെറിക്കാൻ ചാൻസ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ തെറിക്കാൻ മുകളിലേക്ക് പുഷ് ചെയ്യാൻ അല്ലെങ്കിൽ മുകളിലേക്ക് തെറിക്കാൻ നിൽക്കുന്നുണ്ട്. ഈ സോയിലിന്റെ വെയിറ്റ് കാരണമായിരുന്നു മുകളിലേക്ക് പോകാതിരുന്നത്. നമ്മളിവിടെ കുഴി ഒഴിക്കുമ്പോൾ ആ വെയിറ്റ് കുറഞ്ഞു വരും. സോ ഇവിടുന്ന് വാട്ടർ മുകളിലേക്ക് എന്ത് ചെയ്യും, തെറിക്കാൻ തുടങ്ങും. ഈ വാട്ടർ മുകളിലേക്ക് ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ, പുഷ് ചെയ്യുമ്പോൾ, അതിനെ ജെറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ഈ സാൻഡ് പാർട്ടിക്കിൾസ് എന്ത് ചെയ്യും, മുകളിലേക്ക് തെറിക്കാൻ തുടങ്ങും. ക്ലിയർ ആണോ? അതാണ് എന്ത് ഹീവിംഗ് കണ്ടീഷൻ അല്ലെങ്കിൽ ക്വിക്സാൻഡ് കണ്ടീഷൻ സംഭവിക്കുക. എപ്പോഴാണ് ക്വിക്സാൻഡ് കണ്ടീഷൻ സംഭവിക്കുക? വെൻ സിഗ്മ ഡാഷ് ഇസ് 0. ഓക്കെ അല്ലേ? സോ നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കണം. ഈ കണ്ടീഷൻ എഴുതുമ്പോൾ അതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ കീ പോയിന്റ്. 2 മാർക്ക് കിട്ടും. ക്ലിയർ ആണോ? യെസ്. സോ 9 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി 4 മാർക്ക് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സിഗ്മ ഡാഷ് കണ്ടുപിടിക്കണം. ഈക്വൽ ടു സിഗ്മ മൈനസ് യു ആണ്. ബാക്കി നിങ്ങളെ കാൽക്കുലേഷൻ ആണ് മാർക്ക് വരുന്നത്. ബാക്കി നിങ്ങളെ ആൻസറിനും നിങ്ങളെ കാൽക്കുലേഷനുമാണ് മാർക്ക് വരാൻ പോകുന്നത്. ക്ലിയർ അല്ലേ? യെസ്. നോക്കിയേ, അതിന് സിഗ്മ ആദ്യം കണ്ടുപിടിക്കുക. എവിടെ? അറ്റ് AA സിഗ്മ ഈക്വൽ എന്താണ് പറഞ്ഞേ? യെസ് 8 - H ഇതാണ് ഹൈറ്റ് ഇൻറ്റു 19 അല്ലേ വരേണ്ടത്. that will be equal to 152 minus 19H എന്ന് വരും. സിഗ്മ U is equal എന്താണോ? U is equal to at A എത്ര ഹൈറ്റിലാണ് വാട്ടർ ഉള്ളത്? 5 മീറ്റർ ഹൈറ്റിലല്ലേ. സോ ഗാമ W ഇൻറ്റു 5 ആണ്. ആൻഡ് ഗാമ W നമ്മൾ എത്ര എടുക്കണം? സാധാരണ വാല്യൂ ആണ് 9.81 അല്ലേ, നമ്മൾ എടുക്കുന്നതാണ്. kilonewton per meter cube ഇൻറ്റു 5 യു വിൽ ഗെറ്റ് ഡാഷ് എത്രയാണത്? 49.05. ഓക്കെ, ഇതിനൊക്കെ ഓരോ മാർക്ക് ഉണ്ട്. ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് എഴുതി കാൽക്കുലേറ്റ് ഒക്കെ ഓരോ മാർക്കാണ്. 5 മാർക്ക് ഇനി വരാൻ പോകുന്നത് നമ്മൾ വാക്ക് ചെയ്യുന്ന സ്റ്റെപ്പിനാണ്. സോ സിഗ്മ ഡാഷ് വിൽ ബി ഈക്വൽ ടു സിഗ്മ മൈനസ് യു that should be equal to 0 ആയിരിക്കണം at AA. So that is എത്രയാണ്? 152 minus 19H minus 49.05
is equal to 0 ആണ് is equal to 0 ആണ്. From that equation you will get it as capital H is equal to, I guess it is 5.42 meter എന്ന് കിട്ടും. ഓക്കെ അല്ലേ? 5.42 meter. ആൻസർ ഹൈലൈറ്റ് ചെയ്യുക, അതിന് അണ്ടർലൈൻ ചെയ്യുക. ആൻസർ നിങ്ങൾക്ക് 2 മാർക്ക് കൂടി കിട്ടും. സോ മൊത്തം 6 മാർക്കായി. ബാക്കി എഴുതിയ ഈ സ്റ്റെപ്പിന് നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ക്ലിയർ അല്ലേ? യെസ്. ഇത്തരത്തിലുള്ള ഫിഗറും ഈ കണ്ടീഷൻസ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഫിഗർ വരയ്ക്കണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഈ കണ്ടീഷൻ കാരണമാണ് ഹീവിങ് ഉണ്ടാകാൻ പോകുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ അല്ലേ? സോ ദാറ്റ് ഈസ് പാർട്ട് ബി ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 15. ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ ഉള്ളത് നമുക്കൊരു എസ്സേയിൽ. യെസ്. ഇനി അടുത്ത പോർഷനിലേക്ക് കിടക്കാം. അടുത്ത പോർഷൻ ഏതാണോ? ക്വസ്റ്റ്യൻ നമ്പർ 16 ആണ് അല്ലേ? അതായത് മൊഡ്യൂൾ 3യിലെ പാർട്ട് ബിയിലെ രണ്ടാമത്തെ എസ്സേ. നമ്മൾ എക്സാമിന് ഏതെങ്കിലും ഒരു എസ്സേ എഴുതിയാൽ മതി. നിങ്ങൾക്ക് എളുപ്പം തോന്നുന്ന ഏതെങ്കിലും എസ്സേ എഴുതുക. ഓക്കെ അല്ലേ? യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 16 എ പാർട്ട് ബി പാർട്ട് ഉണ്ട്. എ പാർട്ട് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. നോക്കിയേ. ഗിവ് ദ പ്രിൻസിപ്പൾസ് ഓഫ് any two approximate method for the determination of vertical stress in soil mass. Give the principle for any two ആണ്. അപ്രോക്സിമേറ്റ് മെത്തേഡ് രണ്ടെണ്ണേ നമ്മൾ പഠിക്കാറുള്ളൂ അല്ലേ? any two അല്ലെ? അതിന്റെ എക്സ്പ്ലനേഷൻ ആണ്. അത് 5 മാർക്കിനാണ്. സോ രണ്ടെണ്ണം എഴുതുക, അതിന്റെ എക്സ്പ്ലനേഷൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2.5 വെച്ച് ഈച്ച് മാർക്കിന് കിട്ടും. ഫിഗറിന്റെ ഒന്നും ആവശ്യമില്ല. ഓക്കെ, ദാറ്റ് ഈസ് നോട്ട് ഇനഫ്. യെസ്, ഇതാണ് അതിന്റെ കറക്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. നോക്കിയേ, ഒന്നാമതാണ് ഇക്വാലന്റ് പോയിന്റ് മെത്തേഡ് ആണ്. സോ 16A പാർട്ട് എ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? ഇത്രയും എഴുതിയത് തന്നെ ഇനഫ് ആണ്. ഓക്കെ, ഇഫ് യു വാണ്ട് ടു പ്ലോട്ട് എ ഫിഗർ യു ക്യാൻ പ്ലോട്ട് എ ഫിഗർ. നോക്കിയേ, പ്രിൻസിപ്പിൾ ഓഫ് ലോഡഡ് ഏരിയ ഇസ് ഡിവൈഡഡ് ഇൻടു സ്മോൾ ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓൺ സ്മോൾ ഏരിയ റീപ്ലേസ് ബൈ ഇക്വാലന്റ് ലോഡ് ബൈ ആക്ടിങ് സെന്റർ ഓഫ് ഏരിയ. ക്ലിയർ അല്ലേ? രണ്ടാമത്തെ മെത്തേഡ് എന്താണ്? ലോഡ് ഡിസ്ട്രിബ്യൂഷൻ 2:1, അല്ലെങ്കിൽ ഇതിന് എന്ത് പറയും? ട്രപ്പിസോയിഡൽ മെത്തേഡ് എന്ന് പറയും അല്ലേ? ട്രപ്പിസോയിഡൽ മെത്തേഡ് ആണ്. ക്ലിയർ ആണോ? യെസ്. എന്താണോ നമുക്ക് ഓരോന്നും വേണമെങ്കിൽ ഫിഗറും കൂടി വരച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഫുൾ മാർക്ക് തരാൻ എളുപ്പമാവും. ഓക്കെ അല്ലേ? ഇഫ് യു പ്ലോട്ട് ദ ഫിഗർ ഓൾസോ ഹിയർ, വെയിറ്റ്, if you are able to plot the figure here, you will get maximum mark. ഓക്കെ അല്ലേ? നിങ്ങൾക്ക് മാക്സിമം മാർക്ക് കിട്ടും. എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഫിഗർ വരച്ചാൽ മതി. ശ്രദ്ധിക്കുക. നമ്മൾ എന്ത് ചെയ്യുക? ഇക്വാലന്റ് പോയിന്റ് മെത്തേഡിൽ, ഓക്കെ, ഇക്വാലന്റ് പോയിന്റ് മെത്തേഡ് എന്താണ്? ലോഡഡ് ഏരിയ ഇസ് ഡിവൈഡ് ഇൻടു സ്മോൾ ഏരിയ. മൊത്തം ലോഡഡ് ഏരിയനെ നമ്മൾ ചെറിയ ഏരിയക്ക് ഡിവൈഡ് ചെയ്യും. ആൻഡ് സ്മോൾ ഏരിയയിലെ ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് and the distributed load on a small area is replaced by an equivalent point load acting at the center of the area. നോക്കിയേ, ഉദ്ദേശം ഇതാണ്. ഓക്കെ, നോക്കിയേ, ഇക്വാലന്റ് അല്ലെ? ഫസ്റ്റ് മെത്തേഡ് ആണ് ഇക്വാലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ്. ഇക്വാലന്റ് അല്ലെ? പോയിന്റ് ലോഡ് മെത്തേഡ്. സോ ഫിഗർ വരയ്ക്കുമ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും. അതിന്റെ ഡെഫിനേഷൻ നമ്മൾ എഴുതി കഴിഞ്ഞു. ഫിഗർ ഇങ്ങനെയാണ്. നോക്കിയേ, ഇതാണ് ഫിഗർ. നോക്കൂ, ശ്രദ്ധിക്കൂ. ഇതാണ് നമ്മുടെ മൊത്തം ക്യൂ എന്ന് പറയുന്ന ലോഡ് അല്ലെ? വലിയൊരു ലോഡ് ആക്ട് ചെയ്യുന്ന ഏരിയ ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ ചെറിയ പോർഷൻസ് ആക്കി മാറ്റുകയാണ്. ഓക്കെ, ഈ ഒരു വലിയ ലോഡഡ് ഏരിയനെ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ഡിവൈഡ് ചെയ്യാണ് കുറേ ചെറിയ ഏരിയ ആയിട്ട്. ഓക്കെ, വി ആർ ഡിവൈഡിങ് ദിസ് ഏരിയ ഇൻടു നമ്പർ ഓഫ് സ്മോൾ ഏരിയാസ്. ലെറ്റ്സ് സേ നമ്മൾ നമ്പർ ഓഫ് 9 ഏരിയാസ് ആക്കി മാറ്റി. ക്ലിയർ അല്ലേ? സോ ഇപ്പം എന്തായാലോ, ഇപ്പോൾ ഈ മൊത്തം ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് അല്ലെ? ഇങ്ങനെ മൊത്തം ഇവിടെ എല്ലാം ഫുള്ളി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരുന്ന ലോഡ് നമ്മൾ എന്താക്കി മാറ്റി? യെസ്, ഓരോ സ്മോൾ ഏരിയയിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഓരോ സ്മോൾ ഏരിയയിലെ ലോഡിനെയും നമ്മൾ എങ്ങനെ അസ്യൂം ചെയ്യും? യെസ്, വി ആർ ഗോയിങ് ടു അസ്യൂം ദാറ്റ് ദോസ് ലോഡ് എങ്ങനെയാണ് അസ്യൂം ചെയ്യാൻ പോകുന്നത്? യെസ്, ദേ ആർ ആക്ടിങ് ലൈക്ക് എ പോയിന്റ് ലോഡാണ്. സോ ഓരോ ഏരിയയിലെ ലോഡിനെയും നമ്മൾ പോയിന്റ് ലോഡ് ആക്കും. ഓക്കെ, സോ ഇവിടെ Q1 സ്മോൾ Q1 പോയിന്റ് ലോഡ് ആക്കി മാറ്റിയാണ്. ദിസ് ഈസ് Q2, ദിസ് ഈസ് Q3, ആൻഡ് ദിസ് വിൽ ബി Q4, ദിസ് വിൽ ബി Q5, ദിസ് വിൽ ബി Q7. ഇതാണ് എന്ത്? Q7 അല്ലേ? Q8, ദിസ് ഈസ് Q9, ഇതെന്താണ്? Q10, ഇത് Q11, ദിസ് ഈസ് Q12, ദിസ് ഈസ് Q13 അല്ലേ? സോ 1 2 3 4 5 6 ചെയ്തിട്ടില്ല അല്ലേ? സോ ഒരു നമ്പർ 6 ആണിത്. ദിസ് ഈസ് 7, ദിസ് ഈസ് 8 9 10 11 and 12 അല്ലേ? മൊത്തം ഏരിയ നമ്മൾ ഡിവൈഡ് ചെയ്ത് ചെറിയ പോയിന്റ് ലോഡ് ആക്കി മാറ്റി. എന്നിട്ട് ആ പോയിന്റ് ലോഡുകളുടെ ഡിസ്റ്റൻസ് ടു ദ സെന്റർ അല്ലേ? സോ ഇവിടെ നമുക്ക് സെന്റർ ആയി കൺസിഡർ ചെയ്യാണ്. ഈ ലോഡിന് ഡിസ്റ്റൻസ് ഉണ്ടാവും, ഈ ലോഡിന് ഇങ്ങോട്ട് ഡിസ്റ്റൻസ് ഉണ്ട്, ഇവർക്ക് ഇങ്ങനെ ഡിസ്റ്റൻസ് ഉണ്ട്, ഈ ലോഡിന് ഡിസ്റ്റൻസ് ഉണ്ട്. എല്ലാവരുടെയും റേഡിയൽ ഡിസ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യാണ്? യെസ്, ടു ദ സെന്ററിലേക്ക് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എല്ലാവരുടെയും റേഡിയൽ ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും.
എല്ലാത്തിൻ്റെയും റേഡിയൽ ഡിസ്റ്റൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും ടു ദ സെൻറ്റർ. സോ വളരെ നീറ്റായിട്ട് എന്ത് ചെയ്യുക, ഫിഗർ വരയ്ക്കുക. ഓക്കെ അല്ലേ? യെസ്, യു വിൽ ഗെറ്റ് ഇക്വാലന്റ് പോയിന്റ് ലോഡ് മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് ഏതാണ്? രണ്ടാമത്തെ മെത്തേഡാണ് ട്രപ്പീസോയിഡൽ മെത്തേഡ്. അതിൻ്റെയും കൂടി ഫിഗർ വരച്ചാൽ നമുക്ക് 5 മാർക്ക് കിട്ടും. ഓക്കെ, ട്രപ്പീസോയിഡൽ മെത്തേഡ് ആണ്. എന്താണ് ഉദ്ദേശിച്ചത്? ലെറ്റ്സ് സേ നമുക്ക് ഇങ്ങനെ ഒരു റെക്ടാങ്കുലർ ഏരിയ അവൈലബിൾ ആണ്. ഓക്കെ, L/B എന്ന് പറയുന്ന റെക്ടാങ്കുലർ ഏരിയ ആണ്. അതിന്റെ മുകളിൽ ലോഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എത്രയാണ് ലോഡ്? യെസ്, എ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഈസ് അപ്ലൈഡ് വിച്ച് ഈസ് Q kN/m² ആണ്. ക്ലിയർ അല്ലേ? ഇതല്ലേ സൈഡ് വ്യൂ. ഓക്കെ, സോ ലെറ്റ്സ് സേ ഈ ഡയമെൻഷൻ, നമുക്ക് ഡയമെൻഷൻ ജസ്റ്റ് ഒന്ന് മാറ്റാം നമുക്ക്. ഓക്കെ, ലെറ്റ്സ് സേ ദിസ് ഈസ് വിഡ്ത്ത് ആണ് ഡയമെൻഷൻ ആൻഡ് ദിസ് ഈസ് ദ ലെങ്ത് ആണ്. ഓക്കെ, B/L എങ്ങനെ വേണം പറയാലോ. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. ഇതിനെ നമ്മൾ ട്രപ്പിസോയിഡലി ആണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. എങ്ങനെയാണ് പറയുന്നത് നോക്കിയേ. വി വിൽ ബി ടേക്കിംഗ് ദിസ് ലോഡ് ഓൺ ദിസ് ഗ്രൗണ്ട് ലെവൽ. ഇതാണ് ഗ്രൗണ്ട് ലെവൽ. ഇതാണ് B എന്ന് പറയുന്ന വിഡ്ത്ത് കാണിച്ചിരിക്കുന്നത്. ഇതിന് മുകളിൽ Q എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ, സ്മോൾ Q എന്ന് പറയുന്ന ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്, ഈ പറയുന്ന ലോഡ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ബിലോ ദ ഗ്രൗണ്ട്, നമുക്ക് വേണ്ട ഡെപ്ത് വരെ അല്ലേ. സോ ലെറ്റ്സ് സേ നമുക്ക് വേണ്ട ഡെപ്ത് എത്രയാണ്, നമുക്ക് Z എന്ന് പറയുന്ന ഡെപ്തിലേക്കാണ് കാര്യങ്ങൾ വേണ്ടത്. ക്ലിയർ അല്ലേ? സോ ആ ഡിസ്ട്രിബ്യൂഷൻ സംഭവിക്കുമ്പോൾ ആദ്യം B എന്ന് പറയുന്ന ഏരിയയിൽ ആ ഒരു ലെങ്ത്തിൽ മാത്രമേ ലോഡ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആസ് എ ഡെപ്ത് ഇൻക്രീസസ് ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ഏരിയ, ഈ ഡിസ്ട്രിബ്യൂട്ടഡ് ലെങ്ത് മാറി വരുന്നില്ലേ. സോ ഇത് B ആണെങ്കിൽ ഇത്രയും ദൂരം B ആയിരിക്കും. ബാക്കി ഈ കാണുന്ന ദൂരങ്ങൾ എത്രയായിരിക്കും? എത്രയാണ്? അവരെങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്? യെസ്, 2 vertical to 1 horizontal ആണ് അല്ലേ. അതാണ് ഇതിനെ എന്ത് പറയുന്നത്, 2:1 മെത്തേഡ് എന്ന് പറയുന്നത്. അല്ലേ. സോ എന്താണ് ഇത്? Z ആണെങ്കിൽ ഇത് 2 വെർട്ടിക്കൽ ആണെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ ഇതിന് പറയും ദിസ് ഈസ് n:1 മെത്തേഡ് എന്ന് പറയാം. n:1 അല്ലെ. 2 വെർട്ടിക്കൽ ഒരു ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെയും കൂടി പറയാം, ഒരു വെർട്ടിക്കൽ ആകുമ്പം ഹാഫ് ഹൊറിസോണ്ടൽ ആയിരിക്കും അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിനെ നമുക്ക് എങ്ങനെ മാറ്റി പറയാം, ദാറ്റ് ഈസ് 1 വെർട്ടിക്കലിന് n ഹൊറിസോണ്ടൽ എന്ന് പറയാം. ദാറ്റ് ഈസ് ഇഫ് ദിസ് ഈസ് Z ഇത് എത്രയായിരിക്കും, NZ ആയിരിക്കും. ഇഫ് ദിസ് ഈസ് Z ഇത് എത്രയായിരിക്കും, NZ ആയിരിക്കും. ക്ലിയർ അല്ലേ? അതായത് B എന്ന് പറയുന്ന സൈഡ് Z ഡെപ്തിലേക്ക് എത്തുമ്പോൾ B പ്ലസ് എത്രയായി മാറി? യെസ്, B എന്ന് പറയുന്ന സൈഡ് ഇപ്പോൾ എത്രയായി മാറി? B+2NZ ആയി മാറിയില്ലേ. ഇതേപോലെ സിമിലർലി L എന്ന് പറയുന്ന സൈഡും എന്തായി മാറും? നമ്മൾ ഒരു സൈഡല്ലേ കാണിച്ചുള്ളൂ, L+2NZ ആയി മാറിയില്ലേ? തീർച്ചയായിട്ടും മാറും. അതായത് ഏരിയ ഓഫ് ഡിസ്ട്രിബ്യൂട്ടഡ് സൈഡ് will be equal to B+2NZ into എന്തായിരിക്കും, L+2NZ ആണ് അല്ലേ. സോ സ്ട്രെസ് വിൽ ബി ഈക്വൽ എന്തായിരിക്കും, സിഗ്മ at any depth will be equal to ലോഡ് അല്ലേ. ലോഡ് എന്താണ്, Q into B into L എന്ന് പറയുന്ന ഏരിയയിൽ ആക്ട് ചെയ്യുന്നത് അല്ലേ. Q എന്ന് പറയുന്ന സ്ട്രെസ് ആണ് ആക്ടിങ് ഓവർ എ B into L ഏരിയ ഡിവൈഡ് ബൈ B+2NZ into L+2NZ എന്ന ഫോർമുലയും കൂടി എഴുതി കഴിഞ്ഞാൽ 5 മാർക്ക് ഫുൾ ഇങ്ങ് പോരും. ഓക്കെ അല്ലേ. ഇതാണ് ട്രപ്പീസോയിഡൽ മെത്തേഡ്. നിങ്ങൾക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ മനസ്സിലാൻ വേണ്ടി നോക്കിയേ, ഈ ഫിഗറിൽ വേണമെങ്കിൽ ഞാൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്, നമ്മൾ ടോപ്പ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇഫ് യു ലുക്ക് അറ്റ് ദ ടോപ്പ് വ്യൂ അല്ലേ, ഈ ഒരു ഫിഗറിൽ ടോപ്പ് വ്യൂ നോക്കി, ഇത് നമ്മൾ ടോപ്പ് വ്യൂ ആണ് വരച്ചിരിക്കുന്നത്. അതായത് ഈ ടോപ്പ് വ്യൂ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും അല്ലേ. സോ ഈ സൈഡിലേക്ക് ഇങ്ങനെ മൊത്തം ലോഡ് ടു എ ഡെപ്ത് ഓഫ് Z ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതായത് B എന്ന് പറയുന്ന സൈഡ് എന്തായി മാറി, B+2NZ എന്ന് പറയുന്ന സൈഡായി മാറി. L എന്ന് പറയുന്ന സൈഡ് എന്തായി മാറി, L+2NZ എന്ന് പറയുന്ന സൈഡായി മാറും. അത്രയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ഓക്കെ അല്ലേ, ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. ക്ലിയർ അല്ലേ. സോ Q എന്ന് പറയുന്ന ലോഡ് ഇത്ര ഒരു ഏരിയയിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. That's how we find out 16th ക്വസ്റ്റിന്റെ പാർട്ട് A ആണ്. 2 മെത്തേഡ്, അതിന്റെ കറസ്പോണ്ടിങ് ഫിഗർ വരച്ചാൽ നമുക്ക് 5 മാർക്ക് കിട്ടും. ക്ലിയർ ആണ്? യെസ്. ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് പാർട്ട്. അതായത് ക്വസ്റ്റ്യൻ നമ്പർ 16, അതായത് മൊഡ്യൂൾ 3യിലെ എന്താണ്, B പാർട്ടാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ക്വസ്റ്റ്യൻ വായിച്ചേ. എ റെക്ടാങ്കുലർ ലോഡഡ് ഏരിയ ആണ് കാണിച്ചിരിക്കുന്നത്. 2 മീറ്റർ ഇൻറ്റു 2.5 carries a load of എത്രയാണോ 80 kN/m². 80 kN/m² ക്യാരി ചെയ്യുന്ന ലോഡാണ്. ക്ലിയർ അല്ലേ? യെസ്. ഡിറ്റർമൈൻ ദ വെർട്ടിക്കൽ സ്ട്രെസ് അറ്റ് ദ പോയിന്റ് P ലൊക്കേറ്റഡ്. P എവിടെയോ ഇതാണ് P.
located outside the loaded area at a depth of 2.5 meter. So Z തന്നിട്ടുണ്ട്, Z is given അല്ല എത്രയാണ് 2.5 മീറ്റർ ഡെപ്തിലാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, ലോഡ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ യെസ്. സോ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഈ സംഭവം? അല്ലെ നമുക്കറിയാം ഏതെങ്കിലും ഒരു ഗിവൺ റെക്ടാങ്കുലർ ലോഡഡ് ഏരിയയുടെ കോർണറിലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ഫോർമുല ഉണ്ട് അല്ലെ. എന്താണ് ഫോർമുല? ഇഫ് യു വാണ്ട് ടു ഫൈൻഡ് ഔട്ട് ദ ലോഡിംഗ് വാല്യൂ അറ്റ് ദ കോർണർ ഓഫ് എ റെക്ടാങ്കുലർ ലോഡഡ്, റെക്ടാങ്കുലർ ആണ് ലോഡഡ് അല്ലെ. സോ ലോഡഡ് ഏരിയ എന്താണ്? റെക്ടാങ്കുലർ ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അറ്റ് ദ കോർണർ ആണ്. സോ ഒരു റെക്ടാങ്കുലർ ലോഡിംഗ് ആണെങ്കിൽ അതിന്റെ കോർണറിലുള്ള സ്ട്രെസ് അറ്റ് എനി ഡെപ്ത് നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. ഇത്രയും വലിയൊരു ഇക്വേഷൻസ് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. ലെറ്റ്സ് സേ ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദ ഗിവൺ റെക്ടാങ്കുലർ ലോഡിംഗ്. ഈ കാണിച്ചിരിക്കുന്നത് എന്താണ്? വിഡ്ത്ത് ആണ്. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ഔട്ട് എം എന്ന് പറഞ്ഞാൽ എന്താണോ L ഡിവൈഡ് ബൈ Z ആണ്, വേർ Z is the depth at which we need to find out the stress. N എന്ന് പറഞ്ഞാൽ എന്താണ്? B by Z ആണ്. B എന്ന് വെച്ചാൽ വിഡ്ത്ത് ആണ്, Z എന്ന് വെച്ചാൽ depth at which we need to find out the stress. ഓക്കെ അല്ലേ. ദെൻ ഇൻഫ്ലുവൻസ് ഫാക്ടർ IF is given by ഈ പറയുന്ന ഈ വലിയ ഇക്വേഷൻ ആണ് അല്ലെ. ഇത് നമ്മൾ ഓർത്തിരിക്കണം. ഇത് ഓർത്തിരിക്കാൻ നമുക്ക് സിമ്പിൾ ഫോർമുല 1/4π into 2mn root k plus k divided by k plus mn m square n square into k plus 1 divided by k plus tan inverse of 2mn root k divided by k minus m square n square ആണ്, where k is m square plus n square plus 1 ആണ്. ക്ലിയർ അല്ലേ? ആൻഡ് ഫൈനലി നമുക്ക് ഏത് ഡെപ്തിൽ എന്ത് കണ്ടുപിടിക്കാം? സിഗ്മ Z കണ്ടുപിടിക്കാം. IF into Q ആണ്, where Q is the loading ഇവിടെ തന്നിരിക്കുന്നത് എത്രയാണ്? 80 kN/m² ആണ് അല്ലേ. ഐ ഗസ് ഇറ്റ് ഈസ് 80 ആണ് അല്ലേ. ഒരു റെക്ടാങ്കുലർ ലോഡിങ്ങിന്റെ കോർണറിലാണ്. പക്ഷെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? റെക്ടാങ്കുലർ ലോഡിംഗ് ഉണ്ട്, അതിന്റെ ഔട്ട്സൈഡിലാണ് നമ്മുടെ പോയിന്റ് ഉള്ളത്. നമുക്കിപ്പോൾ പോയിന്റ് ഉള്ളത്. സോ നമ്മൾ എന്താക്കി മാറ്റണം? ഈ P എന്ന് പറയുന്ന പോയിന്റിനെ ഈ ഒരു റെക്ടാങ്കുലർ ലോഡിന്റെ ഭാഗമാക്കി മാറ്റണം അല്ലെ. എങ്ങനെയാണ് മാറ്റുക നോക്കിയേ. സോ ഗിവൺ ഫിഗർ എങ്ങനെയാണ്? ഗിവൺ ലോഡിംഗ് ഫിഗർ ഇതാണ്. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ക്വസ്റ്റ്യൻ, അത്യാവശ്യം ലെങ്തി ആണ്, ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ലോഡഡ് ഏരിയ. നമുക്ക് അതിന് വേണമെങ്കിൽ പേര് കൊടുക്കാം. ദിസ് ഈസ് A B C D ആണ് അല്ലെ. നമ്മുടെ P എന്ന് പറയുന്ന പോയിന്റ് ഇതാ ഇവിടെയുള്ളത്. സോ അതിനെ നമ്മളെ ഈ ഒരു ലോഡഡ് ഏരിയന്റെ ഭാഗമാക്കി മാറ്റുകയാണ്. അതായത് ഇതിനെ ഒരു റെക്ടാങ്കുലറിന്റെ P എന്ന് പറയുന്നത് മറ്റൊരു റെക്ടാങ്കുലറിന്റെ കോർണർ ആക്കി മാറ്റുകയാണ് നമ്മൾ അല്ലെ. യെസ് അല്ലെ. ഇപ്പൊ എന്തായി? ഒരു റെക്ടാങ്കിളിന്റെ കോർണറായി മാറിയില്ലേ. ആൻഡ് നമ്മുടെ ലോഡഡ് റെക്ടാങ്കുലറിന്റെയും ഒരു ഭാഗമായി മാറി ഈ മൊത്തം വലിയ ഈ റെക്ടാങ്കിൾ എന്ന് പറയുന്നത്. ഓക്കെ ലെറ്റ്സ് നെയിം ദ റെക്ടാങ്കിൾ. ലെറ്റ്സ് സേ ഇത് പോയിന്റ് C ആണ്. ദിസ് ഈസ് പോയിന്റ് C, ദിസ് ഈസ് പോയിന്റ് D. ഓക്കെ അല്ലേ. സോ ABCD. ഈ പോയിന്റ് നമുക്ക് E എന്ന് പറയാം. ലെറ്റ്സ് സേ ദിസ് പോയിന്റ് ഈസ് F, ദിസ് പോയിന്റ് ഈസ് ലെറ്റ്സ് സേ G, ആൻഡ് ദർ ഈസ് വൺ മോർ പോയിന്റ് ദാറ്റ് ഈസ് റിമൈനിങ് H ആണ്. ഓക്കെ അല്ലേ. സോ നിങ്ങൾക്ക് കാണാം കുറച്ച് വലിയ ട്രയാങ്കിൾ കാണാം. നോക്കിയേ, ഈ ക്വസ്റ്റ്യൻ നമ്മൾ ക്ലാസ്സുകളിൽ ചെയ്യുന്നതാണ്, ശ്രദ്ധിക്കുക. വലിയ ട്രയാങ്കിൾ കാണുന്നുണ്ടോ? ഏതാണ് വലിയ ട്രയാങ്കിൾ ഏതാണ്? റെക്ടാങ്കിൾ AEPG ആണ്. ഓക്കെ, ഡയമെൻഷനും കൂടി മാർക്ക് ചെയ്യാം നമുക്ക്. ഈ ഡയമെൻഷൻ എത്രയാണോ? ദിസ് ഈസ് 2.5 മീറ്റർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ട് 1 മീറ്റർ എന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. ഈ പറയുന്ന ഡയമെൻഷൻ 2 മീറ്റർ ആണ്. ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ട് എത്രയാണ്? 0.5 ആണ്. ക്ലിയർ അല്ലേ? സോ എല്ലാ ഡയമെൻഷനും നമുക്കറിയാം. M അറിയാം, N അറിയാം അല്ലെ. M ഈക്വൽ ടു എന്താണ്? M ഈസ് ഈക്വൽ ടു എന്താണ്? B L ഡിവൈഡ് ബൈ Z ആണ്. തിരിച്ചെഴുതിയാലും കുഴപ്പമൊന്നുമില്ല അല്ലേ. ദിസ് ഇസ് B ഡിവൈഡ് ബൈ Z ആണ്. M എന്ന് നമുക്കറിയാം അല്ലെ. അത് തിരിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. M-നെ നിങ്ങൾ B ബൈ Z എഴുതിയാലും N-നെ നിങ്ങൾ L ബൈ Z എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, സെയിം തന്നെയാണ്. സോ ഫോർ ദ റെക്ടാങ്കിൾ AEPG, ആദ്യം M കണ്ടുപിടിച്ചേ അല്ലെ. M എത്രയാണോ? M വെച്ചാൽ ലെങ്ത് ആണ്. AEPG അല്ലേ. M എന്ന് പറഞ്ഞാൽ ലെങ്ത് ആണ്. 3.5 ഡിവൈഡ് ബൈ ഡെപ്ത് എത്രയാണോ? ഡെപ്ത് നമുക്കറിയാം, നമുക്ക് 2.5 മീറ്റർ ഡെപ്തിലാണ് കണ്ടുപിടിക്കേണ്ടത്. ഡിവൈഡ് ബൈ 2.5 എന്നാണ്. ദെൻ N ഈസ് ഈക്വൽ എന്താണ്? B എന്ന് പറഞ്ഞാൽ അഗെയിൻ 2.5 ആണ്. Z ഈസ് 2.5. M N കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് IF കണ്ടുപിടിക്കാം. അതിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടു ഇപ്പം അല്ലെ. സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഇക്വേഷൻ, യു വിൽ ഗെറ്റ് IF ഈസ് ഈക്വൽ ടു അല്ലെ. അതിനെ IF എന്ന് പറയുന്നത് നമുക്ക് I1 എന്ന് പറയാം, ഇൻഫ്ലുവൻസ് ഫാക്ടർ 1 എന്ന് പറയാം. കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. I1 ഈസ് ഈക്വൽ ടു 0.1914 എന്ന് കിട്ടും. ഓക്കെ അല്ലേ. സോ ഇത് കാണിച്ചു വെക്കണം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നിങ്ങൾ അല്ലെ. ആ വലിയ ഇക്വേഷൻ 1/4π എന്ന് പറയുന്ന ആ ഇക്വേഷൻ ഇല്ലേ, നമ്മൾ നേരത്തെ കാണിച്ച ഇക്വേഷൻ. ഏത് ഇക്വേഷൻ ആണ്? ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. M-ന്റെ N-ന്റെ വാല്യൂ, യു വിൽ ഗെറ്റ് IF
ഫോർ ഈച്ച് റെക്ടാങ്കിൾ. ക്ലിയർ ആണോ? യെസ്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ, ലെറ്റ്സ് സേ ഈ റെക്ടാങ്കിൾ ഫോർ ദ റെക്ടാങ്കിൾ, നെക്സ്റ്റ് റെക്ടാങ്കിൾ നോക്കിയേ, ഏതാണ് റെക്ടാങ്കിൾ? നെക്സ്റ്റ് റെക്ടാങ്കിൾ ഈസ് റെക്ടാങ്കിൾ A2 അല്ലെങ്കിൽ ബി, ഇതാണ് ബി, FPG കാണുന്നുണ്ടോ? BFPG. ലെറ്റ്സ് സേ അതിന്റെ ഏരിയ എത്രയാണ്? A2 ആണ്. ഓക്കെ, ഫൈൻഡ് ഔട്ട് ദ M. M എത്രയാണ് ഉണ്ടാവുക? M 3.5 ഡിവൈഡ് ബൈ 2.5 തന്നെയാണ് അല്ലേ? യെസ്. N ചെറിയ വ്യത്യാസം ഉണ്ടാവും. ദിസ് വിൽ ബിക്കം 0.5 ഡിവൈഡ് ബൈ 2.5, isn't it? 0.5 divided by 2.5. If you calculate I here, നമുക്ക് I2 എന്ന് പറയാം ഇതിനെ. From the same equation it will be 0.0589 എന്ന് വരും. 0.0589 എന്ന് വരും. ക്ലിയർ അല്ലേ? യെസ്. ഇനി മറ്റൊരു റെക്ടാങ്കിൾ നോക്കിയേ. ഏതാ റെക്ടാങ്കിൾ? യെസ്, ദിസ് ഈസ് പോയിന്റ് DEPH. DEPH for DEPH. ലെറ്റ്സ് സേ അതിന്റെ ഏരിയ A3 ആണ്. M കണ്ടുപിടിച്ചേ. M എത്രയാണോ? L അല്ലേ? 1 divided by 2.5. Okay, this will be 1 divided by 2.5 and N will be equal to 2.5 divided by എത്രയായിരിക്കും? 2.5 ആയിരിക്കും, isn't it? 2.5 divided by 2.5 ആയിരിക്കും. From this M and N value നിങ്ങൾ വലിയ ഇക്വേഷനിൽ ഇൻഫ്ലുവൻസ് ഫാക്ടർ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. I3 നിങ്ങൾക്ക് എത്ര കിട്ടും? 0.0 യെസ്, എത്രയാണ് കിട്ടുക നമുക്ക്? 0.0328 എന്ന് കിട്ടും. ഓക്കെ അല്ലേ? ഇഫ് യു കാൽക്കുലേറ്റ് ദ I3 വാല്യൂ, ആ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് I3 എന്ന് കിട്ടും. സോ നോക്കിയേ, എ അല്ലെ, നമ്മൾ എന്താ കണ്ടുപിടിക്കുന്നത്? നമുക്ക് ABCD എന്ന് പറയുന്ന റെക്ടാങ്കിളിന്റെ ഇൻഫ്ലുവൻസ് മതി. പക്ഷേ പോയിന്റ് P പുറത്തായതുകൊണ്ട് നമ്മൾ അതിനെ വേറെ റെക്ടാങ്കിളിന്റെ ഭാഗമാക്കി മാറ്റി. നമുക്കിപ്പം പല വാല്യൂ ഓഫ് I കിട്ടിയിട്ടുണ്ട്. നമുക്ക് ABCD മാത്രം മതി. അപ്പോൾ എന്ത് ചെയ്താൽ മതി? വലിയ ഒരു റെക്ടാങ്കിൾ, അതായത് AE അല്ലെ. സോ ഇൻഫ്ലുവൻസ് ഫാക്ടറിന്റെ ഫോർമുല നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? മൊത്തം ABCDയുടെ ഇൻഫ്ലുവൻസ് ഫാക്ടർ അല്ലേ. സോ I will be equal to, ഇൻഫ്ലുവൻസ് ഫാക്ടർ will be equal to എന്തായിരിക്കും പറഞ്ഞേ? യെസ്, I1 അതായത് വലിയ റെക്ടാങ്കിൾ AEPG അല്ലെ. അതിന് എന്ത് ചെയ്യണം? മൈനസ് വലിയ റെക്ടാങ്കിൾ നമ്മൾ എന്ത് ചെയ്യണം? യെസ്, ഏതാ മൈനസ് ചെയ്യേണ്ടത്? I1 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. I2 നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. I2 എന്ന് പറയുന്നത് ഏതിൻ്റെയാണ്? BFPG അല്ലെ. ദെൻ മൈനസ് I3 ചെയ്യണം. എന്താണ് I3? DEPH. സോ നമ്മൾ എന്ത് ചെയ്തു? ഈ പറയുന്ന ഈ ഒരു പോർഷൻ 2 തവണ ഡിലീറ്റ് ചെയ്തില്ലേ? 2 തവണ മൈനസ് ചെയ്തില്ലേ അല്ലെ? GBFP ചെയ്തപ്പോഴും DEPH ചെയ്തപ്പോഴും നമ്മൾ 2 തവണ മൈനസ് ചെയ്തു. അതുകൊണ്ട് അതിന്റെ ഇൻഫ്ലുവൻസ് ഫാക്ടർ നമ്മൾ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് I4 കൂടി കണ്ടുപിടിക്കണം. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ഇൻഫ്ലുവൻസ് ഫാക്ടർ കിട്ടും ജനറൽ ആയിട്ടുള്ള. ഓക്കെ അല്ലേ? സോ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ഇൻഫ്ലുവൻസ് ഫാക്ടർ I4 ആണ് കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഓഫ് I4 ഓഫ് ഏതാണ്? യെസ്, CFPH. അതിനാദ്യം M കണ്ടുപിടിക്കണം. M ഈസ് ഈക്വൽ എത്ര വരിക അല്ലെ? 1 ആണ്. ദിസ് ഈസ് 0.5. സോ 1 ഡിവൈഡ് ബൈ 2.5. N ഈസ് ഈക്വൽ ടു 0.5 ഡിവൈഡ് ബൈ 2.5. Isn't it? 1 divided by 2.5 and 0.5 divided by 2.5, and if you calculate you will get it as എത്ര കിട്ടുക? 0.40 എന്ന് കിട്ടും. Okay, if you calculate the influence factor, then that will be equal to yes, എത്ര കിട്ടുക നമുക്ക്? Okay, there is a change in the value. ഈ വാല്യൂ നമുക്ക് കിട്ടുന്നത് 0.1030 ആണ്. ഓക്കെ അല്ലേ? this is 0.1013 ആണ്. 1013 ആണ്. യെസ്, I4 ആണ് നമുക്ക് എത്ര കിട്ടുക? I4 will be equal to 0.0328 എന്നാണ് കിട്ടുക. ഓക്കെ അല്ലേ? യെസ്. ദെൻ ഫൈനൽ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ദാറ്റ് ഈസ് സിഗ്മ Z ഈസ് ഈക്വൽ ടു Q ഇൻറ്റു IF ആണ്. ദാറ്റ് ഈസ് 80 ഇൻറ്റു യെസ് I1 എത്രയാണ് കിട്ടിയത്? I1 വാസ് 0.1914 ആയിരുന്നു. മൈനസ് 0.059. യെസ്, മൈനസ് I3 എത്ര കിട്ടിയത്? I3 ഈസ് 0.1013 എന്ന് കിട്ടി. അത് എന്ത് ചെയ്യണം? പ്ലസ് 0.0328 ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. സോ Q ഈസ് ഈക്വൽ ടു 5.12 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് പറയുന്ന സ്ട്രെസ് വാല്യൂ കിട്ടും. ക്ലിയർ അല്ലേ? 9 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് അല്ലെ. ഈ ഒരു എക്സാം പേപ്പറിൽ ഏറ്റവും ടഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ടഫസ്റ്റ് അല്ല, നമുക്ക് ചെയ്യാൻ ഒരുപാടുണ്ട്, സമയം എടുക്കുന്ന ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ അല്ലേ? സോ നിങ്ങൾ വൈസ് ആയിട്ട് ചൂസ് ചെയ്യുക. ഇത് മൊഡ്യൂൾ 3യിലെ യെസ് ക്വസ്റ്റ്യൻ നമ്പർ 16ന്റെ പാർട്ട് B ആണ്.
ക്വസ്റ്റ്യൻ നമ്പർ 16 പാർട്ട് ബി ആണ്. അതായത് ഈ പോയിന്റ് ഈസ് പ്രസന്റ് എന്താണ് ഔട്ട്സൈഡ് ദ ലോഡഡ് ഏരിയ ആണ്. സോ ഈ പോയിന്റ് നമ്മൾ ഈ ഒരു ലോഡഡ് ഏരിയന്റെ കോർണർ ആക്കി മാറ്റി, വലിയൊരു റെക്ടാങ്കിളിന്റെ കോർണർ ആക്കി മാറ്റി. വലിയ റെക്ടാങ്കിളിന്റെ ഐ എഫിൽ നിന്നും ചെറിയ ചെറിയ റെക്ടാങ്കിളിന്റെ ഐ എഫ് മൈനസ് ചെയ്ത് എ ബി സി ഡിയുടെ ഐ എഫിലേക്ക് എത്തി നമ്മൾ. ദെൻ ക്യൂ ഈസ് ഈക്വൽ ടു എന്തായിരുന്നു ഐ എഫ് ഇൻറ്റു ലോഡഡ് ഏരിയ, ലോഡ് ദാറ്റ് ഈസ് സിഗ്മ ഇസഡ് ഈസ് ഈക്വൽ ടു ഐ എഫ് ഇൻറ്റു ക്യൂ എന്ന് കിട്ടി. ക്ലിയർ അല്ലേ? സോ ഇതാണ് നമ്മുടെ മൊഡ്യൂൾ ത്രീയിലെ നമുക്ക് മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. സോ KTU എക്സാം 2019 സ്കീമിന്റെ S4 സിവിൽ നടന്നിട്ടുള്ള ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗിലെ മൊഡ്യൂൾ 3യുടെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ, യൂണിവേഴ്സിറ്റി എക്സാം പേപ്പറിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻ പ്രോഗ്രാമാണ് നമ്മൾ കണ്ടത്. മൊഡ്യൂൾ 3 കഴിഞ്ഞു അല്ലേ? സോ 3 മൊഡ്യൂൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി 2 മൊഡ്യൂളും കൂടി നമുക്ക് പറയാനുണ്ട്. ഓക്കെ അല്ലേ? സോ അടുത്ത മൊഡ്യൂളിൽ കാണുന്നവരെ താങ്ക് യു.